ശരിക്കും ബി ജെ പിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ബി ജെ പിക്കാർക്കും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല. കോടികളുടെ അഴിമതിയുടെ കഥയാണ് അവർ പറയുന്നത്. എൻ്റെ സംശയം, ഇത് നാട്ടുകാരുടെ സംശയമാണ്. ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നാളെ ബി ജെ പിയെ കേരള ഭരണം ഏൽപ്പിച്ചാൽ ഇവിടെ ഖജനാവ് കാണുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. നിങ്ങൾ ഒന്നുകിൽ ഈ പാർട്ടിയിൽ വൃത്തിയുള്ളവരെ നിർത്തണം, വൃത്തികെട്ടവന്മാരെ എല്ലാം പറഞ്ഞു വിടണം. ഇതേത് പാർട്ടിയിൽ നിന്ന് ആര് വരാൻ തീരുമാനിച്ചാലും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. പാർട്ടിയിൽ വരുന്നതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്വീകരിക്കുന്നത് മറ്റ് പാർട്ടിയിൽ നിന്ന് ലൊട്ടിലൊടക്ക് വേലകൾ കാണിച്ച് പുറത്താക്കുന്നവരെയും അല്ലാത്തവരെയാണ്. അല്ലാതെയുള്ള പ്രമുഖരെ പലരെയും നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നും ഒരു വാർത്ത പലരും നമ്മളോട് വിളിച്ച് പറയാറുണ്ട്. ഇപ്പോൾ പി സി ജോർജ് വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് വളരെ ഭാവിയുള്ള ബി ജെ പി നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാവാണ്. പാലായിൽ ജയിക്കുമെന്ന് വരെയൊക്കെ പറഞ്ഞ വലിയ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, സംസ്ഥാന നേതാവാണ് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ്. പി സി ജോർജ് പൂഞ്ഞാറിലും ഷോൺ ജോർജ് പാലായിലാണ് മത്സരിച്ചത്. പക്ഷേ പി സി ജോർജ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നൊരു കഥ, 4.5 കോടി രൂപ പൂഞ്ഞാറിൽ ചെലവഴിക്കേണ്ടി വന്നു. അതിൻ്റെ പണം ആരൊക്കെയാണ് കൈപ്പറ്റിയിരിക്കുന്നത് അറിയില്ല. നിങ്ങൾക്കാർക്കെല്ലാം കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ബി ജെ പി യോഗത്തിൽ ചോദിച്ചു. പലരെയും അദ്ദേഹം വിളിച്ച് ചോദിച്ചു അത്രേ. ചോദിച്ചപ്പോൾ പണം ഇല്ലായിരുന്നു. ഒരു ബൂത്തിൽ കൊടുക്കാനുള്ള 31,000 രൂപ കൊടുത്തില്ല. പിന്നെ ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് പറഞ്ഞു. ആ പൈസ തിരിച്ചു വാങ്ങി. അങ്ങനെ വളരെ വലിയ മോശമായിട്ടുള്ള രീതിയിലാണ്. ഒരു പഞ്ചായത്തിലെ ഒരു ബൂത്തിൽ 50-ൽ താഴെ വോട്ട് കണ്ടപ്പോൾ ഞാൻ ബൂത്ത് പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി. 31,000 രൂപ എന്ത് ചെയ്തുവെന്ന് പി സി ജോർജ് ചോദിച്ചു. ഇവിടെ ഞാനെന്ന് പറയുന്നത് പി സി ജോർജാണ്. പി സി ജോർജ് വിളിച്ചു വരുത്തുകയും അതിനാവശ്യമായ സഹായം ചെയ്യുകയും ഇല്ലാത്ത ബൂത്ത് പ്രസിഡന്റുമാരിൽ നിന്ന് പണം തിരിച്ചു വാങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും കൊടുക്കാൻ ചുമതലപ്പെട്ട ആളെ വിളിച്ചു വരുത്തി മറന്നുപോയ കാര്യമൊക്കെ പറഞ്ഞ് വലിയ കാര്യമാണ്. 35 വർഷം താൻ MLA ആയിരുന്നിട്ടും ആരോടും 5 പൈസ പോലും വാങ്ങിയിട്ടില്ല എന്നും അഴിമതിയില്ലാത്ത ജീവിതമാണ് നയിക്കുന്നതെന്നും പി സി ജോർജ് അവകാശപ്പെട്ടു. അതൊക്കെ എത്ര കണ്ട് ശരിയാണെന്ന് നമുക്കറിയില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിന് ഒരാളിന് മത്സരിക്കണമെങ്കിൽ വലിയ തുക ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 5 പൈസയും കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല, ഞാൻ തൊട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് അത്ര സുഖകരമായ ഒരു കാര്യമല്ല. അത് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. ഒരു കാരണവശാലും അത് സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല. എന്തായാലും പൂഞ്ഞാറിൽ വളരെ ഗുരുതരമായൊരു ആരോപണമാണ് വയ്ക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ്, 2 ആഴ്ച പോലും ആയിട്ടില്ല, തിരുവനന്തപുരത്ത് ഒരു സെക്രട്ടറി, ബി ജെ പിയുടെ സെക്രട്ടറി, വനിതാ സെക്രട്ടറി കോടിക്കണക്കിന് രൂപ അടിച്ചു പോയി എന്ന് പറഞ്ഞ് വലിയ വാർത്ത വന്നു. അത് വലിയ പുകിലായി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴിതാ ഇത് നടക്കുന്നു. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ പി സി ജോർജ് ഉൾട്ടയടിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ തോതിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തായാലും രസകരമാണ്. ബി ജെ പിയിലെ കാര്യങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് പണം സൂക്ഷിക്കാൻ അറിയില്ല. നിങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൊടകരയിൽ, തൃശ്ശൂരിലെ കൊടകരയിൽ വെച്ച് കുഴൽപ്പണം പിടിച്ചു, വലിയ വാർത്തയായി. അത് പിന്നെ അവസാനത്തെ അഞ്ഞുമാഞ്ഞൊക്കെ പോയി. ഈ തെരഞ്ഞെടുപ്പിന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് കോടികളുടെ കള്ളക്കണക്കാണ് കേൾക്കുന്നത്. പലരെയും നിങ്ങൾക്ക് പുറത്താക്കേണ്ടി വന്നു. ഇപ്പോഴിതാ പൂഞ്ഞാറിൽ തെരഞ്ഞെടുപ്പ്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ഇത്രയും പണം ആരാണ് തരുന്നത്? ഇന്ത്യയിൽ നിന്ന് കേരളം പിടിക്കാനെന്ന് പറഞ്ഞ് നിങ്ങൾ കോടിക്കണക്കിന് രൂപ കൊണ്ടുവരുന്നു. ഈ പണമെല്ലാം എവിടെ പോകുന്നു? പി സി ജോർജ് പറഞ്ഞനുസരിച്ചാണെങ്കിൽ കാർ വാങ്ങിയവരുണ്ട്, ബസ് വാങ്ങിയവരുണ്ട്, ബൈക്ക് എടുത്തവരുണ്ട്, വീട് വാങ്ങിയവരുണ്ട്, വസ്തു വാങ്ങിയവരുണ്ട്. നിങ്ങൾക്ക് ജനങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനത്തിന് കൊടുത്തെങ്കിൽ പോലും, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ പോലും വോട്ട് പിടിക്കാമായിരുന്നു. ഈ പണം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ദേശീയ പാർട്ടിയിൽ കയറി നിന്ന് അടിച്ചു മാറ്റുന്നത്? ഇത് വളരെ കൃത്യമായി ബി ജെ പി ചർച്ച ചെയ്യണം. ബി ജെ പി അതിനാവശ്യമായ നടപടികൾ കൃത്യമായി സ്വീകരിക്കണം. കാരണം നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കാണിച്ചു കൂട്ടുന്നതെല്ലാം ശുദ്ധമായ ഭോഷത്തരമാണ്. ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരധികാരവും സംസ്ഥാനത്തില്ലാതിരിക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ നാളെ അധികാരത്തിൽ വന്നാൽ ഇവിടെ ഈ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുമോ എന്നുള്ളതാണ് സാധാരണ ജനങ്ങളുടെ ചോദ്യം. അതുകൊണ്ട് കൃത്യമായ ഒരു വെളുപ്പിക്കൽ പരിപാടി, അല്ലെങ്കിൽ ഒരു ക്ലിയറൻസ് പ്രോഗ്രാം, ഒരു ക്ലിയർ ഫെല്ലിംഗ് പ്രോഗ്രാം ബി ജെ പിയിൽ നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സാധ്യത കുറവാണ്. കാരണം അതിനകത്ത് ആളുകൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നത് ഗ്രൂപ്പ് കളിച്ചും വ്യക്തിപ്രഭാവം കളിച്ചും നേതാക്കളെ ഒപ്പിച്ചുമൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എത്ര കണ്ട് ശുദ്ധീകരിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമെന്നറിയില്ല. എന്തായാലും നടക്കട്ടെ.